നമസ്കാരം. ലുക്കനിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ്. കേരള ഹൈക്കോടതിയിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 28 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. 2026 ജനുവരി 27 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർ ഷെയർ കൊടുക്കുകയും കൂടെ ചെയ്യുക. അവർക്കും ഇതിനെ അപ്ലൈ ചെയ്യാൻ അവസരം ലഭിക്കട്ടെ. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഇതിന്റെ വെബ്സൈറ്റ് നമുക്ക് ഈ ഡീറ്റെയിൽസ് നമുക്ക് അവരുടെ കേരള ഹൈക്കോടതിന്റെ വെബ്സൈറ്റ് ആയ https:/hckrecruitment.keralacourts.in എന്ന സൈറ്റ് ലഭ്യമാണ്. അപ്പൊ ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ക്ലിയർ വേണ്ടി ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. recruitment.hckkerala@nic.in എന്ന ഇമെയിലും കോൺടാക്ട് ചെയ്യാം. ഫോൺ നമ്പർ ഉണ്ട് 048423911720 എന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ ഡേ ടൈമിൽ വിളിക്കാനായിട്ട് പറ്റും. മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഞാൻ പറഞ്ഞു https:/hckrecruitment.keralacourts.in സൈറ്റ് വഴി ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. മറ്റു മോഡലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് നമ്പർ 23/2025 ആണ്. 16 പോസ്റ്റുകളാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 30,000 രൂപ ശമ്പളം ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ പോസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ആണ്. 24/2025 അതിന്റെ റിക്രൂട്ട്മെന്റ് നമ്പർ എന്നുള്ളത്. 12 വേക്കൻസികളാണ്. 22,240 രൂപയായിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക. പ്രായം 18 വയസ്സിലും 36 വയസ്സിലും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 2/1/1984 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇനി ക്വാളിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത് ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആണ് വേണ്ടത്. അത് ഇലക്ട്രോണിക്സിലോ IT-ലോ കമ്പ്യൂട്ടർ സയൻസിലോ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ ആയിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിനുള്ള ഡിപ്ലോമ ആയിരിക്കണം. അതോടൊപ്പം 1 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. ഏതെങ്കിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലോ കോടതിയിലോ പബ്ലിക് സെക്ടർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ഒക്കെ IT ടെക്നിക്കൽ സപ്പോർട്ട് ആയിട്ടുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതേപോലെ 6 മാസമെങ്കിലും ഈ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡിസേബിൾ അഭികാമ്യ യോഗ്യതയാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. രണ്ടാമത്തെ പോസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. അതിനുവേണ്ടി യോഗ്യത 3 വർഷത്തെ ഡിപ്ലോമ തന്നെയാണ്. കമ്പ്യൂട്ടർ സയൻസിലോ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലോ ഇലക്ട്രോണിക്സിലോ ഡിപ്ലോമയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ഡാറ്റ എൻട്രിയിലുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇവിടെയും 1 വർഷത്തെ പ്രവൃത്തിപരിചയം ചോദിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഗവൺമെന്റ് കോർട്ടിലോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോ ആയിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇവിടെയും പ്രായം പറഞ്ഞിട്ടുള്ളത് 18 വയസ്സും 36 വയസ്സിനും ഇടയിലാണ്. ഇനിഷ്യൽ അപ്പോയിന്റ്മെന്റ് 2026 മാർച്ച് 31 വരെ ആയിരിക്കും. നല്ലത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും എന്നാണ് റിക്വയർമെന്റ് അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. സെലക്ഷന് നോർമലി സെലക്ഷന് സ്കിൽ ടെസ്റ്റും ഇന്റർവ്യൂ ആയിക്കൊണ്ടാക്കുക. കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ പക്ഷേ റിട്ടേൺ ടെസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവാം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 600 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കുവാനായിട്ട് പറ്റും. അതേപോലെ അല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റം ജനറേറ്റർ ചെല്ലാനുണ്ട്. ആ ചെല്ലാൻ ജനറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബാങ്കിലും അടയ്ക്കാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. സംശയം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് recruitment.hckkerala@nic.in എന്ന ഇമെയിൽ ലിങ്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് https:/hckrecruitment.keralacourts.in എന്ന സൈറ്റിൽ പോയിട്ട് നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോഗ്രാഫും ഒരു സിഗ്നേച്ചറും ഒക്കെ അവിടെ അപ്ലോഡ് ചെയ്യണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അങ്ങനെ ഡീറ്റെയിൽസ് ശേഷം മൈ പ്രൊഫൈൽ വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്തതിനു ശേഷം അപ്ലൈ കൊടുത്ത് ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ അപേക്ഷാ ഫീസും കൂടി ഉണ്ടെങ്കിൽ മാത്രം അപേക്ഷ സ്വീകരിക്കുള്ളൂ. അപേക്ഷ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാം, ഓഫ്ലൈനായിട്ട് അടയ്ക്കാൻ സൗകര്യമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഹോൾ ടിക്കറ്റ് ഒക്കെ നമ്മൾ അവരുടെ വെബ്സൈറ്റ് ആയ https:/hckrecruitment.keralacourts.in സൈറ്റിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ SMS ആയിട്ടോ ഇമെയിൽ ആയിട്ടോ അറിയിക്കുക. അപ്പം നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 048425622235 എന്ന നമ്പർ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. പ്രധാനപ്പെട്ട തീയതിയിൽ പറയുകയാണെങ്കിൽ ഇതിലേക്ക് 2025 ഡിസംബർ 27 മുതൽ 2026 ജനുവരി 27 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഓഫ്ലൈനായിട്ട് ഫീസ് നമുക്ക് ജനുവരി 29 മുതൽ ഫെബ്രുവരി 4 വരെ അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി 048425622235 എന്ന നമ്പറിൽ വിളിക്കുക. അതിൽ റിക്രൂട്ട്മെന്റ് ആൻഡ് എക്സാമിനേഷൻ സെൽ ഹൈക്കോടതിയുടെയാണ്. രാവിലെ 10-നും 4:00-നും ഇടയ്ക്ക് വർക്കിംഗ് ഡേയിൽ വിളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്തരം തന്നെ വീഡിയോ പൂർണ്ണമായും കണ്ടിൽ നിന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ
ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം. അപ്പൊ എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.